എക്സാം കയറി കഴിഞ്ഞിട്ട് തന്നെ ഈ ടെൻഷൻ കാരണം ബ്ലാങ്ക് ആയി പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പം അതിനൊക്കെ എന്തൊരു സൊല്യൂഷൻ ഉള്ളത്? എല്ലാവർക്കും ഉണ്ടോ ഈ പ്രശ്നം? നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ടെൻഷൻ ഉണ്ടോ? നല്ല ടെൻഷൻ ഉണ്ട്. ടെൻഷനായിട്ട് അത് എക്സാം പെർഫോമൻസ് മോശമാവാറുണ്ട്. അങ്ങനെയാണോ? ഒട്ടും ടെൻഷൻ ഇല്ലാത്ത രണ്ടാളുകളുണ്ടാവും, രണ്ട് തരം ആളുകൾ. ഒന്ന് നന്നായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത ആളുകൾ, രണ്ട് ഒന്നും അറിയാത്ത ആളുകൾ. കാരണം അവർക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ രണ്ടുപേരുടെ റിസൾട്ട് ഏകദേശം പിന്നെ നമുക്ക് തീരുമാനിക്കാം. നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് കുറച്ച് നല്ല റിസൾട്ട് ഉണ്ടാവും, ഒട്ടും പ്രിപ്പയർ ചെയ്തവർക്ക് കിട്ടുന്നതൊക്കെ ലാഭം എന്നുള്ള സന്തോഷം നമുക്കുണ്ടാവും. ശരിക്ക് ചെറിയൊരു ടെൻഷൻ എന്തിലും നല്ലതാണെന്നാ പറയാം. ഈ യൂസ്ട്രെസ് ഡിസ്ട്രെസ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ നശിപ്പിക്കുന്നൊരു സ്ട്രെസ്സും ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്ട്രെസ്സും ഉണ്ട്. എല്ലാ പ്രസംഗത്തിന് മുമ്പ് നമുക്കൊരു തരം എന്തായാലും പറയാ, നമ്മളെ ഒന്ന് ഉണർത്തുന്നൊരു സംഗതി അത്. ആ പ്രസംഗം കഴിയുന്നതോടുകൂടി പോകും. സ്റ്റേജിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ, മൈക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ ടെൻഷൻ ഉറപ്പായിട്ടുണ്ടാവും ഇല്ലേ? ആ ടെൻഷനാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നത്. ആ ടെൻഷൻ ആവശ്യമാണ്. കുറച്ച് ടെൻഷൻ നല്ലതാണ്. പക്ഷെ ചിലർ ഭയങ്കര ടെൻഷൻ അടിക്കുന്നവരുണ്ട്. എനിക്കൊക്കെ നല്ല എത്ര കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഒരു കുട്ടി പറഞ്ഞു, ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടിച്ചടിച്ചാവും. ഒരു കുട്ടി പറയുന്നത് ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ കെട്ടിച്ചടിച്ചാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കുട്ടി പരീക്ഷയും അതിൻ്റെ ജീവിതവും കൂടി നോക്കുമ്പോൾ പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നതാണ് ജീവിതത്തെക്കാൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ വലുതെന്ന് ചോദിക്കുക. ആ ടെൻഷൻ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ആ ടെൻഷൻ നമുക്ക് ഉണ്ടാവുന്നത്, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് പഠിക്കേണ്ടി വരും. ചില വ്യക്തികൾ നമുക്ക് ടെൻഷൻ തരും. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ രക്ഷിതാക്കളാണോ വന്നത്? ആരാ? അവര് പാവങ്ങളാ. അമ്മയ്ക്ക് ടെൻഷൻ, മക്കളെക്കാൾ ടെൻഷൻ അമ്മമാർക്കാ. നമുക്ക് ഈ എക്സാമിന് മുമ്പുള്ള ചില ചിന്തകളാണിത്. എന്നേക്കാൾ ടെൻഷൻ നാട്ടുകാർക്കാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമുക്കുണ്ടാവും. ടെൻഷൻ ഉണ്ടാവും. അത് അവർ വെറുതെ നമുക്ക് പറയുന്നതാണ്. നമ്മളടുത്ത് ഒന്ന് പ്രിപ്പയർ ചെയ്യണം, ഞാനും കൂടി അതിലൊക്കെ ഒരു കരുതലുണ്ട് എന്ന കാര്യം മാത്രമല്ല. കുറച്ച് ടെൻഷൻ നല്ലതാണെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്ന വസ്തുക്കൾ, ആളുകൾ, ഇവരൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ മിനിഞ്ഞാന്ന് പോയൊരു ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു കുട്ടി പറഞ്ഞു, സാറേ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, പക്ഷെ എൻ്റെ ഹോസ്റ്റൽ മേറ്റ് ഉണ്ട്. അയ്യോ, അങ്ങനെ ഉണ്ടോ? അതാണ് പ്രശ്നം. നമുക്കൊരു അതെ. പഠിക്കാന്നുള്ളത് നമുക്ക് ഇപ്പൊ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു റിസോഴ്സ്ഫുൾ ആക്ടിവിറ്റി പഠനമാണ്. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലിലെ പെൺകുട്ടി അപ്പൊ പറഞ്ഞു എനിക്ക് ടെൻഷനില്ല, പക്ഷെ ആ ഹോസ്റ്റലിലെ കുട്ടിക്ക് ഭയങ്കര ടെൻഷനാ. ഇതെപ്പോഴും കലണ്ടർ നോക്കിയിട്ട് ഇനി 12 ദിവസമുള്ളൂ, ഇനി 18 ദിവസമുള്ളൂ. അപ്പോഴാണ് ഈ കുട്ടിക്ക് ടെൻഷൻ തുടങ്ങുന്നത്. അപ്പൊ ഈ കുട്ടി അയ്യോ ദൈവമേ, ഞാനും ടെൻഷൻ അടിക്കാനായോ എന്നറിയാം. ഇതിന് ഫോർമുല ഉണ്ട്, 5D ഫോർമുല. ഡിസ്റ്റൻസ്, ഡിസ്ട്രാക്ട്, ഡിസ്കസ്, ഡ്രിങ്ക് വാട്ടർ, ഡീപ് ബ്രത്ത്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഡിസ്കസ്, ഡ്രിങ്ക് വാട്ടർ, ഡീപ് ബ്രത്ത്. ഒന്ന് ഡിസ്റ്റൻസ്, അതായത് നമുക്ക് ടെൻഷൻ തരുന്ന ആളുകളിൽ നിന്നും അകന്ന് നിൽക്കുക. അങ്ങനെ സ്ഥിരമായിട്ട് ടെൻഷൻ തരുന്ന കുറച്ച് ആളുകളുണ്ട്. വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കരുത്, പട്ടിണിയായി പോകും. അങ്ങനെ ചെയ്യണ്ട. ഡിസ്റ്റൻസ്, ബി അവേ ഫ്രം സച്ച് പീപ്പിൾ. അപ്പൊ അവരോട് ഇങ്ങനെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അവർ ടെൻഷൻ അടിപ്പിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കുക അവർ ടെൻഷനുള്ള ആളാണ് എന്ന് മാത്രം മനസ്സിലാക്കി മാറിക്കുക. അത് ഉള്ളിലേക്ക് എടുക്കണമെന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട. ഡിസ്റ്റൻസ്. ഡിസ്ട്രാക്ട്, ഭയങ്കര ടെൻഷനുള്ള. ഇപ്പം നേരത്തെ പറഞ്ഞ കുട്ടി, കിണറ്റിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞ കുട്ടി, അങ്ങനത്തെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ഇത് കുറേ കേട്ടിരുന്നില്ലേ, 10ാം ക്ലാസ് ആകുമ്പോഴേക്കും എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുമ്പോൾ. ഇപ്പം അതൊക്കെ കുറഞ്ഞു, ആളുകൾക്ക് ഇപ്പം അതൊന്നും അത്ര അങ്ങനെ ചെയ്യുന്നില്ല. എന്നാലും ചെയ്യുന്ന കുറച്ച് കുട്ടികളുണ്ട് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ഇതുപോലെ ഫിസിക്സ് കുട്ടികളെ ടെൻഷൻ അടിച്ചാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പഠിക്കണം എന്ന് ആലോചിച്ച് മലർന്ന് ഇങ്ങനെ കിടക്കും. പഠിക്കൂല. ഈ ടെൻഷൻ അടിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടോ? ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിന്റെ പ്രശ്നം. ടെൻഷൻ അടിച്ചിട്ടേ
അതായത് പഠിക്കാൻ കുറെ ഉള്ളപ്പോ അതൊക്കെ അവിടെ വെച്ച് കിടന്നുറങ്ങും. കാരണം കുറെ ഉണ്ട്, എവിടെ എത്തൂല. 3 days ഓഫ് പ്ലാനിങ് ഇങ്ങനെയൊക്കെ നല്ലത് 5 minutes ഓഫ് ആക്ടിവിറ്റിയാണ്. ഇതിങ്ങനെ ചിലവരിങ്ങനെ ടെൻഷൻ വിൽക്കാൻ നടക്കും, ഇങ്ങനെ നമുക്കിങ്ങനെ വിൽക്കും, വേണോ വേണോ വേണ്ടേ, അപ്പൊ നമ്മളിങ്ങനെ വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചു കൂട്ടരുത് ടെൻഷൻ. അല്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മൾ ആദ്യം പൊതുവെ ആളുകൾ നമുക്ക് ടെൻഷൻ വെക്കുന്നതാണ്. പിന്നെ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ കുട്ടിയൊക്കെ 1 മണിക്കൂർ മാത്രം ഉറങ്ങുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ എൻ്റെ അടുത്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉറങ്ങാതെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുക, എന്നാ പഠിക്കണില്ല, ഉറക്കമില്ല, 1 മണിക്കൂർ മാത്രമേ ഉറക്കമുള്ളൂ. അപ്പൊ ആ കുട്ടി അവസാനം എക്സാമിനൊക്കെ വളരെ മോശമായിട്ട് മാറാനാണ് സാധ്യത, ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ ആ കുട്ടി അത്രയും ടെൻഷനുള്ള കുട്ടി ഡിസ്ട്രാക്ട് ചെയ്യണം, സം അതർ ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം, വേറെ കുറെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, മ്യൂസിക്കൊക്കെ കേൾക്കുക, കുറച്ചു നേരം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, നടക്കുക, പോസിറ്റീവായിട്ടുള്ള ആളുകളെ സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള എന്നെ പോലെയുള്ള ആളുകളോട് അത് വേണ്ടല്ലേ സംസാരിക്കുക. ഇപ്പം എല്ലാത്തിനും കൗൺസിലിംഗ് അവൈലബിൾ ആണ്, എല്ലാത്തിനും കൗൺസിലിംഗ്. പണ്ടത്തെ പോലെ ഒരാൾക്കൊരു മടിയില്ല കൗൺസിലിങ്ങിന് പോകാനായിട്ട്. അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല കൂട്ടുകാരെ കാണുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രാർത്ഥിക്കുക. അപ്പോൾ ഡിസ്കസ്, കേൾക്കുന്നവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ഈ ടെൻഷൻ അടിപ്പിക്കുന്നവരായിട്ട് ഡിസ്കസ് ചെയ്ത് അത് കൂടി ആ ഫ്യൂസ് അടിച്ചു പോവും. അപ്പോൾ ടെൻഷൻ അടിപ്പിക്കുന്നത്. പിന്നെ ഡ്രിങ്ക് വാട്ടർ, നന്നായി വെള്ളം കുടിക്കുക എന്നല്ല പലരും മറക്കുന്നൊരു സാധനമാണ്. 20 മിനിറ്റിൻ്റെ ലേണിംഗ് ഈസ് ഈക്വൽ ടു 1 mile ഓഫ് വാക്കിംഗ് എന്നൊക്കെയാണ് പറയുക. ഡീപ് ബ്രത്ത്, ഈ പ്രാണായാമ ഒക്കെ പരിശീലിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നല്ല കാര്യങ്ങൾ. 5 കാര്യങ്ങൾ: ഡിസ്റ്റൻസ്, ഡിസ്ട്രാക്ട്, ഡിസ്കസ്, ഡ്രിങ്ക് വാട്ടർ, ഡീപ് ബ്രത്ത്. ടെൻഷൻ ഒഴിവാക്കാനുള്ള താൽക്കാലികമായ ഒരു കാര്യം പറഞ്ഞു. വെൻ യുവർ ടാസ്ക് ഈസ് ഹയർ ദാൻ ദ റിസോഴ്സ് യു ഫീൽ സ്ട്രെസ്ഡ്. നമ്മുടെ റിസോഴ്സിനേക്കാൾ ടാസ്ക് എങ്കിൽ നമുക്ക് എന്താവും സ്ട്രെസ് ഉണ്ടാവും. അതായത് പെട്ടെന്ന് സ്റ്റേജിലേക്ക് പാട്ട് പാടാൻ വിളിച്ചാൽ സ്റ്റേജിൽ കയറാനൊക്കെ ചിലപ്പോൾ പറ്റും, പക്ഷെ ഏത് പാട്ട് പാടും, എങ്ങനെ പാട്ട് പാടും, പ്രസംഗിക്ക് എന്തിനെ കുറിച്ച് പറയും, പിന്നെ കയറാനുള്ള ഒരു മടിയും ഒക്കെ കൂടിയിട്ടാകും. അപ്പോൾ റിസോഴ്സ് കുറവായിരിക്കും. പെട്ടെന്ന് വിളിച്ചാൽ, പെട്ടെന്ന് പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ, പെട്ടെന്ന് പ്രോജക്റ്റ്, എന്തും റിസോഴ്സ് കുറവായിരിക്കും, ടാസ്ക് വലുതായിരിക്കും. നമ്മൾ ജീവിതത്തിൽ വിജയിക്കണം. എക്സാമിൽ വിജയിച്ച് ജീവിതത്തിൽ പരാജയപ്പെടരുത്. എക്സാമിലും ജീവിതത്തിലും വിജയിച്ചോ, എക്സാമിൽ വിജയിച്ചില്ലെങ്കിൽ പോലും ജീവിതത്തിൽ വിജയിക്കണം. എക്സാമിൽ ജയിച്ച് ജീവിതത്തിൽ പരാജയപ്പെടും.